കൊല്ലപ്പെട്ട യമൻ പൗരന്റെ കുടുംബത്തെ നേരിൽ കണ്ട നിമിഷപ്രിയയുടെ മോചനം സാധ്യമാക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് പ്രേമകുമാരി. ഇന്ന് പുലർച്ചെ 3 മണിയോടെയാണ് നിമിഷപ്രിയയുടെ അമ്മ യമനിലേക്ക് യാത്ര തിരിച്ചത്. മുംബൈ വഴിയാണ് യാത്ര. കൊല്ലപ്പെട്ട യമൻ പൗരന്റെ കുടുംബത്തോട് മാപ്പ് ചോദിച്ച മകളുടെ മോചനം സാധ്യമാക്കാനാകുമെന്ന പ്രതീക്ഷയോടെയാണ് പ്രേമകുമാരി യാത്ര തിരിച്ചത്. സേവ് നിമിഷപ്രിയ ആക്ഷൻ കൌൺസിൽ അംഗം സാമുവൽ ജെറോമും അമ്മയ്ക്കൊപ്പം ഉണ്ട്. ജയിലിലെത്തി നിമിഷയെ കാണാനാകുമെന്നാണ് പ്രതീക്ഷ. പാലക്കാട് കൊല്ലങ്ങോട് തേക്കിൻചിറ സ്വദേശിനിയാണ് നിമിഷപ്രിയ. തലാൽ അബ്ദുൽ മഹിദി എന്ന യമൻ സ്വദേശിയെ കൊലപ്പെടുത്തിയെന്നാണ് നിമിഷപ്രിയക്കെതിരെയുള്ള കേസ്. എന്നാലും നിമിഷപ്രിയയെ ഒരുപക്ഷെ കാണാൻ സാധിക്കും എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത്. ആദ്യം നിമിഷപ്രിയയെ കണ്ടതിന് ശേഷം ഈ തലാലിന്റെ കുടുംബത്തെ കാണണമെന്നാണ് അമ്മയുടെ ആഗ്രഹം. അതിനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. എന്തായാലും അമ്മ യമനിലേക്ക് തിരിക്കുന്ന സാഹചര്യത്തിൽ ഒരുപക്ഷെ തിരിച്ചു വരുമ്പോൾ നിമിഷപ്രിയ ഉണ്ടാകും എന്നൊക്കെ തന്നെ പറയുന്നുണ്ട്. പക്ഷെ അത് ഒരിക്കലും സാധ്യമല്ല. എന്തായാലും കുടുംബത്തെ കണ്ട കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള കാര്യത്തിലേക്ക് നടക്കുകയാണ്. കാരണം ഇതുവരെയും ഒരു ബ്ലഡ് മണി പോലും ആ കുടുംബം ആവശ്യപ്പെട്ടിട്ടില്ല. കാരണം ഇതിനു മുൻപ് നമ്മൾ കണ്ടതും കേട്ടതുമാണ് ഈ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട റഹീമിനെ നമ്മൾ ബ്ലഡ് മണി കൊടുത്ത് മോചിപ്പിക്കുന്ന ഒരു വാർത്ത. അത്തരത്തിൽ ബ്ലഡ് മണി കൊടുക്കാം, പക്ഷേ അത്തരത്തിൽ ഒരു ബ്ലഡ് മണി പോലും ഇവർ ആവശ്യപ്പെട്ടിട്ടില്ല. കാരണം മരിച്ചതിന് ശേഷം, കൊലപാതകത്തിന് ശേഷം തലാലിന്റെ മൃതശരീരം വെട്ടി നുറുക്കപ്പെട്ട നിലയിലാണ് വാട്ടർ ടാങ്കിൽ നിന്നും ലഭിച്ചത്. അതുകൊണ്ട് തന്നെ നിമിഷപ്രിയയ്ക്ക് ഒരു കാരണവശാലും ഒരു മാപ്പ് നൽകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയില്ല. അതുകൊണ്ടാണ് ബ്ലഡ് മണി പോലും ആവശ്യപ്പെടാത്തത്. നിമിഷപ്രിയയെ തൂക്കി കൊല്ലണമെന്ന് തന്നെയാണ് തലാലിന്റെ കുടുംബം ആവശ്യപ്പെടുന്നത്. പക്ഷേ അത്തരം ഒരു സാഹചര്യത്തിലേക്ക് കടക്കരുത് എന്നൊരു പ്രാർത്ഥനയും ആവശ്യവും ഒക്കെ തന്നെയാണ് മലയാളികളടക്കമുള്ളവർ മുന്നോട്ട് വെക്കുന്നത്. തൊടുപുഴ സ്വദേശിയായ ടോമിയെ വിവാഹം കഴിച്ച് 2012 നിമിഷപ്രിയ യമനിൽ നഴ്സായി ജോലിക്ക് പോയത്. ഭർത്താവ് സ്വകാര്യ സ്ഥാപനത്തിലും നിമിഷ ക്ലിനിക്കിലും ജോലി നേടി. അതിനിടെ യമൻ പൗരനായ തലാൽ അബ്ദുൽ മഹദിയെ പരിചയപ്പെടുകയും ഇരുവരും ചേർന്ന് കച്ചവട പങ്കാളിത്തത്തോടെ ക്ലിനിക്ക് തുടങ്ങാനും തീരുമാനിച്ചു. യമൻ പൗരന്റെ ഉത്തരവാദിത്തത്തോടെ അല്ലാതെ ക്ലിനിക്ക് ആരംഭിക്കാനാവില്ല എന്നതിനാൽ മഹദിയുടെ സഹായം തേടിയത്. ബിസിനസ് തുടങ്ങാൻ നിമിഷയും ഭർത്താവും തങ്ങളുടെ സമ്പാദ്യമെല്ലാം മഹദിക്ക് കൈമാറിയിരുന്നു. ബിസിനസിന് കൂടുതൽ പണം ആവശ്യമുള്ളതിനാൽ നിമിഷയും ഭർത്താവും മിഷേൽ എന്ന മകളുമൊത്ത നാട്ടിലേക്ക് വന്നു. പിന്നീട് നാട്ടിൽ നിന്ന് യമനിലേക്ക് തിരിച്ചുപോയത് നിമിഷ മാത്രമായിരുന്നു. ബിസിനസ് പച്ചപിടിക്കുമെന്നും മഹദി ചതിക്കില്ല എന്നുമായിരുന്നു ഇവരുടെ വിശ്വാസം. നിമിഷപ്രിയ പോയതിനു ശേഷം യമനിലേക്ക് തിരിച്ചു പോവാനായിരുന്നു ടോം ഉദ്ദേശിച്ചത്. എങ്കിലും യമൻ സൗദി യുദ്ധത്തെ തുടർന്ന് യാത്ര മുടങ്ങുകയായിരുന്നു. മഹദിയുമായി ചേർന്ന് ക്ലിനിക്ക് തുടങ്ങിയ ശേഷം താൻ ഭാര്യയാണെന്ന് പലരെയും വിശ്വസിപ്പിച്ചു. വ്യാജ വിവാഹ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി പിന്നീട് ഭീഷണിപ്പെടുത്തി മതാചാര പ്രകാരം വിവാഹം നടത്തി. ഇരുവരും ചേർന്ന് ആരംഭിച്ച ക്ലിനിക്കിലെ വരുമാനം മുഴുവൻ തലാൽ സ്വന്തമാക്കി. പാസ്പോർട്ട് തട്ടിയെടുത്ത് സ്വർണ്ണമെടുത്ത് വിറ്റു. അധികൃതർക്ക് പരാതി നൽകിയ നിമിഷപ്രിയയെ മഹദി മർദ്ദനത്തിന് ഇരയാക്കുകയും ചെയ്തു. ജീവൻ അപകടത്തിലാകുമെന്ന ഘട്ടത്തിലാണ് താൻ മഹദിയെ അപായപ്പെടുത്താൻ ശ്രമിച്ചത് എന്നാണ് നിമിഷപ്രിയ പറഞ്ഞത്. യമൻ പൗരനായ തലാൽ അബ്ദുൽ മഹദിയുടെ മാനസിക ശാരീരിക പീഡനത്തിൽ നിന്ന് രക്ഷപ്പെടാനായി മഹദിയെ കൊലപ്പെടുത്തിയെന്നാണ് നിമിഷപ്രിയക്കെതിരെയുള്ള കേസ്.